അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊന്ന് മാത്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം സെക്കൻഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്നല്ല, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള ചാപ്റ്ററിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ പാഠത്തിലത്തെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ളതിൽ ഉള്ള കുറച്ച് ഇതെന്താണ് അർത്ഥങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. പുതിയ പദങ്ങൾ നോക്കാം. പുതിയ പദങ്ങൾ എന്ന് വെച്ചാൽ മേയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? കന്നുകാലിയെ വളർത്തുക. ഞാനിവിടെ എഴുതാം. അപ്പം ഇതെന്താണ്? മേയ്ക്കുക എന്ന് വെച്ചാൽ കന്നുകാലിയെ വളർത്തുക എന്നാണ്. അപ്പോൾ ഇതെന്താണ്? ഞാൻ കുറച്ച് അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് മേയ്ക്കുക എന്ന് വെച്ചാൽ? എന്താണ്? കന്നുകാലിയെ വളർത്തുക. മേയ്ക്കുക എന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു വാക്കായിരിക്കാം. മേയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? കന്നുകാലിയെ വളർത്തുക. എന്നാൽ പഴുതെന്ന് വെച്ചാൽ എന്താണ്? പഴുതെന്ന് വെച്ചാൽ വിടവ്. വിടവ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞി ആയൊരിത് വിടവ്. പിന്നെന്താണ്? ചിണുങ്ങുക, അതായത് കൊഞ്ചി ആടുക. അതായത് ചിണുങ്ങുക എന്നല്ല, കുറേ കൊഞ്ചല്ലേ കേട്ടോ, അങ്ങനെയൊക്കെ നമ്മളോട് പറയൂലേ, അതാണ് ചിണുങ്ങുക, കൊഞ്ചുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഞ്ചുക. ജപിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്രാർത്ഥിക്കുക. നമ്മൾ പറഞ്ഞ മുത്തശ്ശി ജപിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് മുത്തശ്ശി. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശുണ്ഠി എന്ന് വെച്ചാൽ എന്താണ്? വാശി ഇല്ലെങ്കിൽ ദേഷ്യം. നമ്മൾ കുറേ വാശിയൊന്നും പിടിക്കണ്ട കേട്ടോ, കുറേ ദേഷ്യമൊന്നും പിടിക്കണ്ട കേട്ടോ, അങ്ങനെയൊക്കെ പറയില്ല. അതെന്താണ്? വാശി ഇല്ലെങ്കിൽ ദേഷ്യം. ഓരത്ത്, സമീപം അല്ലെങ്കിൽ അരികെ. അരികെ ഇരിക്കും അല്ലെങ്കിൽ അരികെ അതിൻ്റെ അരികെ കിടക്കും, അത് അരികെ വെച്ച് കിടക്കും, അങ്ങനെയൊക്കെ പറയില്ല. അതെന്താണ്? ഓരത്ത് എന്നാണ്. സമീപം അല്ലെങ്കിൽ അരികെ. ഊട്ടുക, ഊണ് കഴിക്കുക. ഊട്ടുക എന്ന് വെച്ചാൽ എന്താ? ഊണ് കഴിക്കുക. കോലായി, വീടിൻ്റെ ഇറയം അല്ലെങ്കിൽ വരാന്ത. നമ്മൾ വരാന്ത എന്ന് പറയില്ലേ, സിറ്റ് ഔട്ട്, അതാണ് വരാന്ത അല്ലെങ്കിൽ കോലായി, വീടിൻ്റെ ഇറയം. പിന്നെന്താണ്? അലോഗ്യം. അലോഗ്യം എന്ന് വെച്ചാൽ ഇഷ്ടമില്ലായ്മ, അതായത് ഇഷ്ടമില്ല, അലോഗ്യമായിരുന്നു, ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ. മൂർധം എന്ന് വെച്ചാൽ എന്താണ്? നെറുക ഇല്ലെങ്കിൽ നെറ്റി. നെറ്റിയില്ലേ, ഇല്ലെങ്കിൽ നെറുക, എന്താണ്? മൂർധാവിൻ്റെ അർത്ഥമാണ് അത്. അപ്പോൾ ഒക്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഒക്കിൽ എന്ന് വെച്ചാൽ എന്താണ്? എളിയിൽ എന്നാണ് ഒക്കിലിൻ്റെ അർത്ഥം. അപ്പോൾ ഒക്കിൽ എന്ന് വെച്ചാൽ എളിയിൽ. എളിയിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എളിയിൽ എടുക്കാം, അങ്ങനെ പറയുമല്ലോ, എളിയിൽ എടുത്തുകൊണ്ട് പോകും, അങ്ങനെ പറയില്ല, അതാണ് എളിയിൽ. അപ്പോൾ അടുത്തത് എന്താണ്? പദം വികസിപ്പിക്കുക. പദം വികസിപ്പിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ മരച്ചില്ല എന്ന് വെച്ചാൽ എന്താ? മരത്തിൻ്റെ ചില്ല. അപ്പം ഞാൻ എഴുതാം. അപ്പം ഇതെന്താണ്? വികസിപ്പിച്ചെഴുതുകയാണ്. വികസിപ്പിച്ചെഴുതാന്ന് വെച്ചാൽ പ്ലസ് ഇട്ടിട്ട് എഴുതില്ല നമ്മൾ, അതുപോലെയല്ല. വികസിപ്പിച്ചെഴുതാന്ന് വെച്ചാൽ കുറച്ചും കൂടെ വികസിപ്പിച്ചിട്ട് എഴുതാന്നാണ്. അതെന്താണ്? മരച്ചില്ല. എന്താണ്? മരച്ചില്ലക്ക് നമ്മളെന്താ? മരത്തിൻ്റെ ചില്ല. അതുപോലെ തന്നെ എന്താണ്? വികൃതി പയ്യൻ എന്ന് വെച്ചാൽ എന്താണ്? വികൃതിയായ പയ്യൻ, അതായത് ഭയങ്കരമായിട്ട് വികൃതിയുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയും. സിംഹപ്രതിമ, സിംഹത്തിന്റെ പ്രതിമ. നമ്മൾ പറഞ്ഞല്ലേ, ഉണ്ണിക്കണ്ണനായി വീട്ടിലേക്ക് പോയപ്പോൾ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ടാക്കി സിംഹപ്രതിമ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ സിംഹപ്രതിമ ആണ് ഇത്. കൺപോള എന്താണ്? കണ്ണിന്റെ പോള, നമ്മുടെ കണ്ണിന്റെ ഈ ഭാഗമില്ല, അതിനാണ് നമ്മൾ കൺപോള എന്ന് പറയാം. പിന്നെ കൈവിരലുകൾ എന്ന് വെച്ചാൽ എന്താണ്? കൈയുടെ വിരലുകൾ, നമ്മുടെ വിരലുകളില്ലേ, അതാണ്. പിന്നെ ഞാൻ എന്താണ്? പകരപദങ്ങൾ എന്ന് പറഞ്ഞിട്ടും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. നിലാവ് എന്ന് വെച്ചാൽ എന്താണ്? ജ്യോത്സന. പിന്നെ ചന്ദ്രിക, കൗമുദി. നിലാവ് നമ്മൾ ചന്ദ്രികയും കൗമുദിയും പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു വേർഡ് നമ്മൾ പുതിയതായിട്ട് ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ മുഖം എന്ന് വെച്ചാൽ എന്താണ്? ആനനം, പതനം. ഒക്കെ മുഖം എന്ന് വെച്ചാൽ എന്താണ്? ആനനം, പതനം. അതുപോലെ തന്നെ പൂന്തോട്ടം, ഉപവനം, പുഷ്പവാടി, അമാരം. എന്താണ്? പൂന്തോട്ടത്തിനെ ആണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ പൂവെന്ന് വെച്ചാൽ എന്താണ്? പൂവിന് നമ്മൾ എന്ത് പറയും? കുസുമം, മലർ. പിന്നെ ഉറക്കം, നിദ്ര, ശയനം.
പിന്നെന്താണ് അമ്മ, നമ്മള് അമ്മ. അപ്പൊ അമ്മേനെ നമ്മൾ എന്തൊക്കെ പറയും? ജനനി, തായ, മാതാവ്. നമ്മൾ ഈ വേർഡ്സ് മുമ്പേ പഠിച്ചിട്ടുള്ളതാവാ. പിന്നെന്താണ് കാലിന് എന്ത് പറയും? പാദം, ചരണം. നമ്മൾ പറയില്ലേ കാല് വെച്ചിട്ട് ചവിട്ടി തെറിപ്പിക്കണം എന്ന് പറയും. പിന്നെ അമ്മ ഫുഡൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയും. പിന്നെ ഇല എന്ന് വെച്ചാൽ എന്താണ്? ദലം, പർണം. ഇല എന്ന് വെച്ചാൽ ദലം, പർണം. നക്ഷത്രത്തിന് പറയുന്നത് എന്താണ്? താരം, താരകം. ഇപ്പൊ നക്ഷത്രം നമ്മൾ എന്ത് പറയും? താരം, താരകം എന്ന് പറയും. ഞാൻ ഇത് മായ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഇന്ന് ഇതുവരെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ നാളെ എനിക്ക് എക്സാം ആണ്, മിഡ് ടേം എക്സാം ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് വേറെ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ എൻ്റെ മിഡ് ടേം എക്സാം ആകെ 3 ദിവസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെത് ബാക്കി ഇടാം, സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം എനിക്ക് കിട്ടുന്ന ടൈമുകളിലൊക്കെ ഞാൻ പരമാവധി വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് സപ്പോർട്ടാക്കി തരാം. നമ്മളിനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.